നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന ആ അദൃശ്യ എനർജി എന്താണ് എന്നതിനെ പറ്റിയാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പണം സമ്പാദിക്കാൻ പല വഴികൾ നോക്കുന്നുണ്ട്, എന്നിട്ടും സാമ്പത്തികം എവിടെയോ തടഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ആ സ്ഥലത്തിന്റെ അദൃശ്യമായ ഒരു ലൊക്കേഷൻ എനർജി ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം. എന്താണ് ആ അദൃശ്യമായ തടസ്സം? പണം നിങ്ങളിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ആ കാര്യം, നിഗൂഢമായി നിൽക്കുന്ന ആ കാര്യം എന്താണ് എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഭയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജമ്പർ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും കാർഡ്സ് എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് നിങ്ങളിലേക്കുള്ള സാമ്പത്തികത്തെ, പണത്തെ തടയുന്ന, ബ്ലോക്കാക്കി നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തി നിർത്തുന്ന ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രതിരോധിച്ചു നിർത്തുന്ന ഫാക്ടർ 7 of Wands നമുക്ക് ജമ്പറായിട്ട് കിട്ടിയ കാർഡ്. ഓക്കെ, ബാക്കിയെല്ലാം വെച്ചിട്ടെടുക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ക്യൂൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 6 of Pentacles, King of Wands, Star card, 6 of Swords, Knight of Swords, 9 of Cups, 4 of Pentacles and 4 of Swords. ഇതില് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് നമ്മുടെ ജമ്പറാണ്. നമുക്ക് ഫസ്റ്റ് യൂണിവേഴ്സ് നൽകിയ ജമ്പർ കാർഡാണ്. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കാർഡുകളൊക്കെ ഒരു 10ഓളം കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ മുൻപായിട്ട് അർജന്റായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടിയ ജമ്പർ കാർഡാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യം പറയാനുള്ളപ്പോഴാണ് ഇത്തരം ജമ്പറുകളിലൂടെ സംസാരിക്കുക. ഇവിടെ ഈ കാർഡ് നോക്കൂ. ഒരാളൊരു കുന്നിൻ മുകളിൽ ഇല്ലേ, ഒരു ഉയർന്ന പ്രതലത്തിൽ നിന്ന് താഴെയുള്ള എന്തിനോടും ഫൈറ്റ് ചെയ്യുകയാണ്. ഇതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രതിരോധ മോഡിൽ, അതായത് ഡിഫെൻസീവ് മോഡിലാണ് എന്നാണ്. നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ ആരാണ് നിങ്ങളെ ചതിക്കുക, എപ്പോഴാണ് അടുത്ത പ്രശ്നം വരിക എന്ന ഭയത്തോടെ നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും സംശയത്തോടെ കാണേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ. നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെയും സമാധാനത്തെയും ഈ മാനസികാവസ്ഥ നശിപ്പിക്കുന്നുണ്ട്. ഈ അമിത ഭാരമാണ് നിങ്ങളുടെ ആദ്യത്തെ അദൃശ്യ തടസ്സം എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത്? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത്? നമുക്ക് ഈ കാർഡുകളിൽ നിന്നും അതിന് കിട്ടുന്ന സൂചന, അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അത്രയധികം വഞ്ചനയും അതുപോലെ തഴയപ്പെടലും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ ജോലി സ്ഥലത്തോ നിങ്ങളെ മനസ്സറിഞ്ഞ് ചതിച്ച ചില അനുഭവങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു വിജയം നേടിയ ഘട്ടത്തിലോ അല്ലെങ്കിൽ വിജയത്തിലേക്ക് അടുത്തപ്പോഴോ അതല്ലെങ്കിൽ ഒന്ന് പച്ചപിടിക്കാൻ തുടങ്ങിയപ്പോഴോ ഒക്കെ കാലുവാരാൻ ആളുകൾ വന്നിട്ടുണ്ട്. ഈ തുടർച്ചയായ പ്രഹരങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കാവൽ നിന്നില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ആളുകൾ തകർക്കുമെന്ന ഒരു ജാഗ്രത, ആ ഒരു ഡിഫെൻസീവ് മോഡിലാണ് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. വിജയിക്കാൻ വേണ്ടിയല്ല, പകരം തോറ്റു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു വ്യക്തത ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങളെ ഈ രീതിയിൽ എപ്പോഴും ഭയത്തോടെ കാവൽ നിൽക്കാൻ പ്രേരിപ്പിച്ച ആ കൈപ്പേറിയ പഴയ അനുഭവം സാമ്പത്തിക ചതിയായിരുന്നു.
അതോ വിശ്വസിച്ചവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആഘാതമായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഈ ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിലോ ജീവിതത്തിലോ നിങ്ങൾ എടുത്ത വലിയൊരു ഒരു കൂട്ടുകെട്ട്, നിങ്ങൾ ഏർപ്പെട്ടിരുന്ന ഒരു വലിയ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ഈ ലവേഴ്സ് കാർഡിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇതൊരു പ്രണയം മാത്രമൊന്നുമല്ല. നിങ്ങൾ ജീവനേക്കാൾ ഏറെ വിശ്വസിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു ബന്ധം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഒരു തീരുമാനമെടുത്ത് അവരെ വിശ്വസിച്ച് നിങ്ങളുടെ പണമോ സമയമോ കരിയറോ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നതാണ്. പക്ഷെ ആ ബന്ധത്തിൽ നിന്നോ പങ്കാളിത്തത്തിൽ നിന്നോ ഉണ്ടായ വഞ്ചന അല്ലെങ്കിൽ ആ തെറ്റായ തീരുമാനം നിങ്ങളെ മാനസികമായും സാമ്പത്തികമായും തകർത്തു കളഞ്ഞു എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോവുകയോ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുക്കുകയോ ചെയ്തു. ഈ ഒരു വലിയ ആഘാതമാണ് നിങ്ങളെ ഇന്നും ആളുകളെ വിശ്വസിക്കാൻ അനുവദിക്കാതെ എപ്പോഴും ഒരു ഡിഫെൻസീവ് മൂഡിൽ നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രണയമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരുന്നിരിക്കാം, ക്രിയേറ്റീവ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഏതോ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ അവരെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു, പക്ഷെ അവർ നിങ്ങളെ ചതിച്ചു. അത് നിങ്ങൾക്ക് സാമ്പത്തികമായും നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലോ നിങ്ങളുടെ വളർച്ചയിലോ വലിയ തിരിച്ചടിയായി മാറി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് പതിയെ ഇങ്ങോട്ട് നീക്കി വെക്കാം. നമുക്ക് അടുത്ത ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും ആണ്. നിങ്ങൾ അങ്ങേയറ്റം ഇമോഷണൽ ആയ, മറ്റുള്ളവരുടെ വേദനയൊക്കെ കണ്ടാൽ സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കപടതയില്ലാത്ത മനസ്സാണ് നിങ്ങളുടേത്. പക്ഷെ ഇത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സത്തിന് വലിയൊരു കാരണവുമാണ്. എങ്ങനെയെന്നല്ലേ, ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് കൂടി ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ മനസ്സ് കാണിക്കും. അർഹതയില്ലാത്തവർക്ക് പോലും നിങ്ങൾ പണം കടം കൊടുക്കുകയോ നിങ്ങളുടെ സമയം പാഴാക്കുകയോ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ തിരിച്ചു നിങ്ങൾക്ക് കിട്ടുന്നത് ചതിയും നന്ദികേടും മാത്രമാണ്. നിങ്ങളുടെ ഈ സോഫ്റ്റ് നേച്ചർ ആളുകൾ ചൂഷണം ചെയ്യുകയാണെന്ന് ആണ് ഇതിന്റെ ചുരുക്കം. പണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ബൗണ്ടറീസ് വയ്ക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയാറില്ല. നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ളവരോ അതോ സുഹൃത്തുക്കളോ പങ്കാളിയോ ആരാണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിലൊരു വ്യക്തത വരുത്തണം. നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നത് ആരാണ്? 8 ഓഫ് പെന്റക്കിൾസ് ആൻഡ് 10 ഓഫ് സോർഡ്സ്. ഈ കോമ്പിനേഷൻ, അതായത് 8 ഓഫ് പെന്റക്കിൾസ് 10 ഓഫ് സോർഡ്സ് എന്ന ഈ കോമ്പിനേഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വളരെ ദയനീയമായ ഒരു വശം കാണിച്ചു തരുന്നുണ്ട്. 8 ഓഫ് പെന്റക്കിൾസ് പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തെയാണ്. നിങ്ങൾ രാപ്പകലില്ലാതെ ചോര നീരാക്കി പണിയെടുക്കുന്ന ആളാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. കുത്തിയിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ അങ്ങേയറ്റം അർപ്പണബോധമുള്ളവരാണ്. എന്നാൽ അതിന്റെ കൂടെ വന്നിരിക്കുന്നത് ടാരോയിലെ തന്നെ ഏറ്റവും വേദനാജനകമായ കാർഡുകളിലൊന്നായ 10 ഓഫ് സോർഡ്സ് ആണ്. ഇതിനർത്ഥം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ ചില ആളുകളിലേക്ക് ചോർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചോർന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്തവർ തന്നെയാണ് നിങ്ങൾക്ക് ഈ വലിയ മാനസികാഘാതം തന്നത്. നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പങ്ക് പറ്റാൻ മാത്രം വരികയും ഒടുവിൽ നിങ്ങളെ കരിയറിലോ സാമ്പത്തികത്തിലോ പൂർണ്ണമായി തകർത്തു വിടാൻ ശ്രമിക്കുകയും ചെയ്ത ചില ആളുകളുണ്ട്. നിങ്ങൾ ജീവനായി കണ്ട നിങ്ങളുടെ തൊഴിലിടത്തോ ബിസിനസ്സിലോ വെച്ച് നിങ്ങളെ മാനസികമായി കൊന്നുകളഞ്ഞ അനുഭവമാണ് നിങ്ങളെ ഈ തരത്തിൽ നിരാശയിലാഴ്ത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒഴുക്കിയ കണ്ണീരും അധ്വാനവും അവർ മുതലെടുത്തിട്ടുണ്ട്. ഈ വഞ്ചനയാണ് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ നിശബ്ദമായിട്ട് ശ്വാസം മുട്ടിക്കുന്നത്. ക്ലാരിഫിക്കേഷൻ കാർഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റു കാർഡുകൾ ക്ലിയർ ആവില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 4 ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് നിങ്ങളുടെ സാമ്പത്തിക മനഃശാസ്ത്രം വ്യക്തമാക്കുന്ന കാർഡാണ്. ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള നാണയങ്ങളെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പണം നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട്.
അതുകൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ, പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഏർപ്പെടാനോ നിങ്ങൾ ഭയപ്പെടുന്നു. പണത്തെ നമ്മൾ എത്രത്തോളം ഭയത്തോടെ മുറുകെ പിടിക്കുന്നു അത്രത്തോളം അതിന്റെ ഒഴുക്ക് നിലയ്ക്കുമെന്നാണ്. ഇതിനോടൊപ്പം നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയും കൂടി ചേർത്ത് വായിക്കണം. അതായത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ അതിവേഗം പായുകയാണെന്നാണ്. രാവിലെ ഒരു ഐഡിയ തോന്നും, വൈകുന്നേരം വേറൊരു ഐഡിയ തോന്നും. ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ചാടി വീഴുന്നത് കൊണ്ട് ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. കഠിനാധ്വാനമൊക്കെ ഉണ്ട്, പക്ഷെ കൃത്യമായ ഒരു ഫോക്കസ് ഇല്ലാതെ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് കിങ് ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വശത്ത് അതിശക്തനായ ഒരു ലീഡർ ഉണ്ട്, എല്ലാ കഴിവും പവർഫുൾ എനർജിയും ഉള്ള ഒരു ആള്. പക്ഷെ എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോർട്സ് നിങ്ങളെ ഇത്രമാത്രം ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്? നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി, ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറിന്റെ ഒരു പവർ നിങ്ങളിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത്? നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവുണ്ടായിട്ടും നിങ്ങളുടെ ഫോക്കസ് നശിപ്പിക്കുന്ന ആ അദൃശ്യ ഘടകം എന്താണ്? Two of Wands, Tower. ഈ കാർഡ്സ് ഇത്രയും ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എടുത്തത് സ്ട്രെങ്ത് കാർഡ്, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് പെന്റക്കിൾസ്, ടു ഓഫ് കപ്സ്. ഇവിടെ നമ്മൾ ഒരു എനർജിയിൽ ലിമിറ്റ് ചെയ്യേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊന്നും തടയാതെ കൂടുതൽ കാർഡ്സ് നമ്മളിലേക്ക് വരുമ്പോൾ അത് എടുക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് വാൺസ്, ടവർ, സ്ട്രെങ്ത്, വീൽ ഓഫ് ഫോർച്യൂൺ, അതുപോലെ കിങ് ഓഫ് പെന്റക്കിൾസും ടു ഓഫ് കപ്സും ആണ്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ ചില തകർച്ചകളാണ്. നിങ്ങൾ ഭാവിയിലേക്ക് വലിയ പ്ലാനുകൾ ഇട്ടിരുന്ന ഒരു സമയത്ത്, ആ സമയത്താണ് ഇടുത്തി പോലെ ഒരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. ബിസിനസ്സിലോ കരിയറിലോ ഉണ്ടായ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ ആ വീഴ്ച നിങ്ങളെ മാനസികമായിട്ട് തളർത്തി. ആ തകർച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചിന്താക്കുഴപ്പമുണ്ടായി. ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിൽ ആ തരത്തിലുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നു. അങ്ങനെ ഉണ്ടായി. ഇനി ഞാൻ എങ്ങോട്ട് പോകണം എന്ന ഒരു ചിന്താക്കുഴപ്പത്തിലായി നിങ്ങൾ. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒട്ടും ദുർബലയോ ഒന്നും അല്ല എന്നാണ്. കാരണം നിങ്ങളുടെ റീഡിങ്ങിൽ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, അതും ടവറിനോട് ചേർന്ന്. ആ വലിയ പ്രതിസന്ധിയിലും നിങ്ങൾ വീണു പോകാതെ പിടിച്ചു നിന്നത് നിങ്ങളുടെ ആത്മബലം ഒന്നുകൊണ്ടാണ്. ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിയാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. കാലം മാറുകയാണ്. ആ ടവർ ഏൽപ്പിച്ച തകർച്ച നിങ്ങൾ പിടിച്ചു നിന്നെങ്കിലും അതുണ്ടാക്കിയ ഇമ്പാക്ട് മാറാൻ പോകുന്നു. നിങ്ങളുടെ അദൃശ്യ തടസ്സം മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഊർജമാണ്. അതായത് സാമ്പത്തിക സുരക്ഷിതത്വവും സമ്പന്നതയും. ഒപ്പം ടു ഓഫ് കപ്സ് കൂടി വരുമ്പോൾ കരിയറിലും ബിസിനസ്സിലും നിങ്ങളെ മനസ്സിലാക്കുന്ന, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ചതിക്കാത്ത ഒരു നല്ല പങ്കാളിത്തം നിങ്ങളെ തേടി വരുമെന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ആ പഴയ തകർച്ചയെ ഓർത്ത് ഇനി ആശയക്കുഴപ്പത്തിലാകരുത്. നിങ്ങളുടെ ഫോക്കസ് വീണ്ടെടുക്കാനുള്ള സമയമായി കഴിഞ്ഞു എന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ കാർഡ് അല്പം നീക്കി വയ്ക്കാം, എല്ലാം കൂടി, അല്ലെങ്കിൽ ആ എനർജി ഒന്നും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും എല്ലാം കൂടി ഇവിടെ ഇരുന്നാൽ. ഓക്കെ, ഇത് നമ്മൾ തൽക്കാലം നീക്കി വയ്ക്കുകയാണ്. കിങ് ഓഫ് വാൺസ് ഇരുന്ന സ്ഥലത്ത് തന്നെ അതിനെ വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ എനർജീസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച വഞ്ചനകളും അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടും പണം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളും അപ്രതീക്ഷിതമായ തകർച്ചയുമെല്ലാം നിങ്ങൾ എന്തായാലും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ അദൃശ്യ തടസ്സങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് നിങ്ങളുടെ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന പുതിയ വഴി ഏതൊക്കെയാണ് എന്നതാണ് നമുക്കിനി അടുത്തതായിട്ട് ഈ കാർഡുകളിലൂടെ നോക്കാനുള്ളത്. അതായത് നമ്മളായിട്ട് നോക്കുന്നതല്ല, ഈ കാർഡുകളുടെ എനർജി, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഈ കാർഡുകളുടെ എനർജി അത് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. ഇതിൽ ഈ ഫോട്ടോ കണ്ടില്ലേ, ഒരു അമ്മയും കുഞ്ഞുമാണ് ചിത്രത്തിൽ. അതായത് ഈ വ്യക്തികൾ പ്രശ്നഭരിതമായ സാഹചര്യങ്ങളിൽ നിന്നും ശാന്തമായിട്ടുള്ള ഇടത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്.
ഇതിനർത്ഥം നിങ്ങൾ ആ പഴയ തോൽവികളിൽ നിന്നും, നിങ്ങളെ ചതിച്ച ആളുകളിൽ നിന്നും, മാനസിക വിഷമങ്ങളിൽ നിന്നുമൊക്കെ പതുക്കെ കരകയറാൻ തുടങ്ങിയിരിക്കുന്നു. ആ പഴയ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം ഒരു പാഠമായി ഉൾക്കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഒരു പുതിയ മാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങളുടെ റീഡിംഗിൽ ഏറ്റവും ഭാഗ്യമുള്ള, ഏറ്റവും പവിത്രമായ കാർഡ്, ദ സ്റ്റാർ കാർഡ് ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. സ്റ്റാർ എപ്പോഴും പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും പ്രതീകമാണ്, ഹീലിംഗിന്റെയാണ്, മുറിവുകൾ ഉണങ്ങുന്നതിന്റെയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒഴുക്കിയ കണ്ണീരും നിങ്ങളുടെ പ്രാർത്ഥനകളും യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട് എന്നാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലം അവസാനിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനും കരിയറിനും ഉണ്ടായ ആഴത്തിലുള്ള മുറിവുകൾ യൂണിവേഴ്സ് ഉണക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതിലൂടെ ഈ സ്റ്റാർ കാർഡിന് ശേഷം 6 ഓഫ് സോർഡ്സ് വരുന്നത് പ്രശ്നഭരിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ശാന്തമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തെയാണ്. അതിനെ തുടർന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷ് ഫുൾഫിൽമെന്റിന്റെ കാർഡാണ്. അതായത് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. തടഞ്ഞു നിന്നിരുന്ന പണത്തിന്റെ ഒഴുക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വലിയ സാമ്പത്തിക വളർച്ച നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഇരുണ്ട രാത്രികൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ സൂര്യോദയം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശവും, അതുപോലെ ഈ ഒരു ബ്ലോക്ക് തന്നെ മാറുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വലിയ സാമ്പത്തിക വളർച്ചയും മാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിവിടെ ചോദിച്ച ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഇതിനായിട്ട് ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ, എന്താണ് യൂണിവേഴ്സ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്നതാണ്. അതായത് അതിനുള്ള ഉത്തരം നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന കാർഡുകളിൽ നിന്ന് അതിനുള്ള ഉത്തരം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോഴേക്കും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം യൂണിവേഴ്സ് തന്നെ നമ്മൾക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ വഴിയിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ കണ്ട സ്റ്റാർ കാർഡും വീൽ ഓഫ് ഫോർച്യൂണും ഒക്കെ ഓൾറെഡി അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് സ്വാഭാവികമായ ഒരു മാറ്റമാണെന്നാണ്. നിങ്ങളുടെ മോശം സമയം കഴിഞ്ഞ് യൂണിവേഴ്സ് തന്നെ കാലത്തിന്റെ ചക്രം നിങ്ങൾക്കായി, ഭാഗ്യചക്രം നിങ്ങൾക്കായി അനുകൂലമായി തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാറ്റം തനിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. പക്ഷെ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് നമ്മുടെ അവസാന കാർഡായിട്ടുള്ള 4 ഓഫ് സോർഡ്സ് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ യുദ്ധങ്ങളും ചിന്തകളും നിർത്തി ശാന്തമായിട്ട് വിശ്രമിക്കുക. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപാട് പോരാടി ഒരുപാട് തളർന്നിരിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഇനി അമിതമായി ചിന്തിച്ച് എങ്ങനെ ശരിയാക്കും, എപ്പോൾ ശരിയാകും എന്ന് ആകുലപ്പെട്ട് തല പുകയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. അനാവശ്യമായ ഓട്ടവും വേവലാതികളും ബോധപൂർവം ഒന്ന് മാറ്റി നിർത്തിയാൽ മാത്രം മതി. യൂണിവേഴ്സ് നിങ്ങൾക്കായി നല്ലൊരു സമയം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായൊരു വിശ്രമം നൽകുക എന്നത് മാത്രമാണ്. എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് നിങ്ങൾ എപ്പോൾ പൂർണ്ണമായി ശാന്തനാകുന്നു ആ ശാന്തതയിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന വലിയ സാമ്പത്തിക വിജയവും സന്തോഷവും സ്വാഭാവികമായിട്ട് ഒഴുകിയെത്തും എന്നാണ് ഈ കാർഡുകളിലൂടെ യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരങ്ങളെല്ലാം, ആകുലതകളെല്ലാം ഇറക്കി വെക്കൂ, വിശ്രമിക്കൂ. നല്ല സമയം നിങ്ങളെ തേടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, നിങ്ങൾക്ക് അനുയോജ്യമായ മെമ്പർഷിപ്പ് പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാനും മറക്കരുത്. മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.